പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യം പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ്. 6P ഫോർമുല കേട്ടിട്ടുണ്ടോ? പ്രോപ്പർ പ്രയർ പ്ലാനിംഗ് പ്രിവെന്റ്സ് പൂവർ പെർഫോമൻസ്. ദിവസത്തെ 10-12 മിനിറ്റ് പ്ലാനിങ്ങിനായി നമ്മൾ മാറ്റിവെച്ചാൽ അന്നത്തെ 2 മണിക്കൂർ വരെ സേവ് ചെയ്യാമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ്. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുക. പിറ്റേ ദിവസം വർക്ക് തുറന്നതിന് മുമ്പ് ഇത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക. ശേഷം ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ടിക്കിട്ട് മുമ്പോട്ട് പോവുക. എന്താണ് ഗുണങ്ങൾ എന്നറിയാവോ? പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. 2, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. ഇപ്പൊ 10 ടാസ്ക് ചെയ്യാനുണ്ട്, 7ആയി 8ആയി 9ആയി ഫിനിഷ് ചെയ്യും തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. 3, നിങ്ങളിത് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്കിലാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യും. 4, ഇതിലേതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 5, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. തലേദിവസം നമ്മൾ എഴുതി വെച്ച് കഴിയുമ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന്മേൽ വർക്ക് ചെയ്യും. നമുക്ക് പുതിയ ഇൻസൈറ്റ്സും ഐഡിയ ഒക്കെ തരും. അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള മാർഗം ഒരുക്കി തരും. ചെയ്തു നോക്ക്, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ബിസിനസ് ഓണേഴ്സ്, ഓഫീസ് ലീഡേഴ്സ്, നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഇത് തലേദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും രാവിലെ ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വർക്ക് തുടങ്ങിക്കാവും. പ്രൊഡക്ടിവിറ്റി കൂടുന്നത് കുറച്ച് നാളെ കഴിയുമ്പോൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സംഭവം ക്ലിയർ ആയെങ്കിൽ ടു ഡു ലിസ്റ്റ് എന്ന് കമന്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ആരംഭിച്ചോ. ഇതിന്റെ ഇരട്ടി പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഒരു മാർഗം കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.